Welcome to BANUS Food Factory. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പുതുമയാർന്ന രീതിയിലാണ് ഇന്ന് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി എടുത്തുകൊണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളി ഇത്രത്തോളം ചൂടായി എന്നുള്ളത് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഒരു പാക്കറ്റ് പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത്രത്തോളം തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. ഈ അരി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പാല് കിടന്ന് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിയിട്ട പാടെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എങ്ങാനും അടിയിൽ പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുന്ന നേരത്ത് നമ്മൾ കരുതേണ്ടതുണ്ട്, പാലാണ് പെട്ടെന്ന് തിളച്ച് ചിന്തും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഞാനിപ്പോൾ തിളച്ചപ്പോക്ക് അടപ്പെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഞാനിപ്പോൾ ഇവിടെ ചേർക്കുകയാണ്. ഞാൻ ഈ തവിക്ക് 2.5 തവിയാണ് ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലർ അരിപ്പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, 2ാം പാലിൽ. അപ്പോൾ ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പാലിൽ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നെയ്യ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നീടാണ് ഞാനിതിലേക്ക് നെയ്യ് ചേർക്കുന്നത്. ഏലക്ക ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നെയ്യൊന്ന് ചേർത്ത് കണ്ട് അതിൽ കിടന്നൊന്ന് തിളച്ചാൽ പ്രത്യേക ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി ഇതിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇനി ചേർക്കുന്നത് തേങ്ങാപ്പാലും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ. അത് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് പാലും 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തീ കത്തിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കനലുള്ള അടുപ്പിലൊന്ന് കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോൾ തന്നെ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങും. ഈ സമയത്ത് ഞാൻ കുറച്ച് മിൽമ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വാഴയിലൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം വെക്കാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്ത് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം വാഴയിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കിടിലൻ തരികിട പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.